തടിയും വയറൊക്കെ ഉള്ളവർക്ക് ഇനി ധൈര്യമായിട്ട് ഫുഡ് കഴിച്ചിട്ട് തന്നെ തടിയും വയറൊക്കെ കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ ഷുഗർ പേഷ്യന്റിനും അടിപൊളിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് മില്ലറ്റ് ഉപ്പുമാവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള സവാളയും ക്യാരറ്റും ആണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ. അത് ഓപ്ഷണലാണ്. ക്യാരറ്റ് ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റിയാണ്. ക്യാരറ്റും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1.5 കപ്പ് മില്ലറ്റ്സ് റവയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാനിവിടെ 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നോർമൽ ആയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വെൽത്തി ഫുഡ്സിന്റെ റോസ്റ്റഡ് മില്ലറ്റ് റവയാണ് കേട്ടോ. അപ്പൊ ഇത് ഈസിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. തയ്യാറാക്കി എടുക്കാനുള്ള മെത്തേഡും കാര്യങ്ങളൊക്കെ ഇതിന്റെ ബാക്കിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. 100% മില്ലറ്റ്സ് ആണ് വരുന്നത്. ഡെയിലി നമ്മൾ ഫുഡിൽ ഒരു ടൈമെങ്കിലും മില്ലറ്റ് ഉൾപ്പെടുത്തണം എന്നാണ് പറയാറില്ലേ. ഇപ്പതാ നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും ഓപ്ഷണലാണ്. നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെ ആയിരിക്കും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മുടെ മില്ലറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് മില്ലറ്റ്സ് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ മില്ലറ്റ്സ് ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 15 to 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ മില്ലറ്റ്സിന് അത്യാവശ്യം കുക്കായി വരാനുള്ള സമയം വേണം. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിക്കോളൂ കേട്ടോ. ഇവരെ കയ്യിൽ മില്ലറ്റ്സിന്റെ ഈ ഒരു ഉപ്പുമാവ് റവ മാത്രമല്ല ഒരുപാട് മില്ലറ്റ്സ് പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവരെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ ഉപ്പുമാവ് റവ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള അടിപൊളി മില്ലറ്റ് ഉപ്പുമാവ് കിട്ടുക. ഇപ്പൊ ഇതാ തമ്മിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ചൂടോടെ കഴിക്കുമ്പോൾ ഒരു സ്റ്റിക്കി ആയിട്ട് തോന്നും. ചൂടാറിയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. കറികൾ കൂട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം, ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ്. വെൽത്തി ഫുഡ്സിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മില്ലറ്റിന്റെ ഉപ്പുമാവും അതുപോലെ ദോശയും ഇഡ്ഡലിയും പുട്ടും ഒക്കെ കഴിക്കാൻ പറ്റും. അടിപൊളിയാണ്.